ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. അധികം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. രാവിലെ ആയാലും എനിക്ക് അത്രയ്ക്ക് അധികം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, വൈകുന്നേരം പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗിൽ അത്രയ്ക്കധികം ഒരു വിശേഷങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ സാധാരണ ഡ്രസ്സ് മാറിയിട്ടാണ് വരാറ് കേട്ടോ. ഇന്ന് പക്ഷേ ആ ടീഷർട്ടും പാൻറ്റും ഇട്ടിട്ടാണ് അടുക്കളയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ മോൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ വെള്ളയപ്പത്തിനുള്ള കുറുമക്കറി, ഗ്രീൻ പീസ് കൊണ്ടുള്ള കുറുമക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വേറെ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഒന്നും ഇടണില്ല. അപ്പോൾ ഗ്രീൻ പീസ് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3-4 പച്ചമുളക്, അതിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. പിന്നെ ഒരു പകുതി തക്കാളി, ഒരു പകുതി സവോളയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലാണ് കുറുമക്കറിയിലെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ഫ്ലേവർ കിട്ടില്ല. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഒന്നും ചേർത്തില്ല, ഇത്രയും മാത്രം ചേർത്തിട്ടുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വയ്ക്കുക. ചില ഗ്രീൻ പീസ് കടല 2 അടി അടിക്കുമ്പോഴേക്കും പാകത്തിന് വെന്ത് കിട്ടും. ചിലത് 3-4 അടിയൊക്കെ അടിക്കേണ്ടി വരും കേട്ടോ. ഇത് നല്ല ഗ്രീൻ പീസ് കടലയായിരുന്നു. 2 അടി അടിച്ച് ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ല പാകത്തിന് വെന്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചില പ്രാവശ്യം നമ്മൾ സപ്ലൈക്കോന്ന് തന്നെയാണ് കൂടുതലും വാങ്ങിക്കാറ്. ചില പ്രാവശ്യം കിട്ടുന്നത് അത്ര നന്നാവില്ല. അതിനിടയ്ക്ക് ഈ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ആ തീ കെട്ടുപോയിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനത് കണ്ടത്. ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ പൂച്ചക്കുട്ടന്മാരോടെ കരയുണ്ട്. അതിനിടയ്ക്ക് ചോറ് കൊടുത്തു. അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സ് ശരിയല്ലാത്ത കാരണം കൊണ്ടാണ് അതൊന്നും അങ്ങനെ കാണിക്കായിരുന്നത്. പിന്നെ വെള്ളയപ്പം നല്ല പൊന്തി ഈ ഒരു പരുവത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ വടിച്ച് അതിലേക്ക് ഇട്ട് നശിപ്പിച്ച് കളയണ്ടല്ലോ. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇത്രയ്ക്ക് പൊന്തിരുന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെ എനിക്കിങ്ങനെ വല്ലാണ്ട് പൊന്തിരുന്ന അത് ഇളക്കി കഴിഞ്ഞാൽ വെള്ളയപ്പം ശരിയാവുമോ എന്നുള്ളൊരു ടെൻഷനായിട്ട് ഇളക്കാണ്ടുണ്ടാക്കും. അപ്പോൾ ആകെ ശരിയാവില്ല കേട്ടോ. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളയപ്പം ഉണ്ടാക്കിയാൽ മതി. അതിൽ കട്ട പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് ഉടച്ച് ഇനിയിപ്പോൾ അപ്പോൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ശരിയായില്ലെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്തായാലും കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇന്നലെയും വെള്ളയപ്പം തന്നെയായിരുന്നു. ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത്തിരി ആട്ടി വയ്ക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ആട്ടി വയ്ക്കും കേട്ടോ. വെള്ളയപ്പം മാത്രമല്ല, ഇഡ്ഡലി ആയാലും അങ്ങനെ തന്നെ. ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കിയത് ഇത്തിരി കൂടുതലായി പോയി കേട്ടോ. പിറ്റേ ദിവസത്തേക്കും കൂടി എടുത്തു വയ്ക്കേണ്ടി വന്നു. ചോറ് അതെ ഒക്കെ ഒന്ന് കൂടിപ്പോയി. ഉണ്ടാക്കിയത് എല്ലാ ഐറ്റംസും വളരെ കൂടുതലായി പോയി കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില ദിവസമൊക്കെ അങ്ങനെ പറ്റൂലേ നമുക്ക്. ചില ദിവസം നല്ല കൃത്യമായിട്ട് വരും, പക്ഷേ ചില ദിവസം ഈ പറഞ്ഞ മാതിരി കൈ അങ്ങോട്ട് ഒക്കെ കൂടിപ്പോവും. ഇന്ന് അങ്ങനെ കൂടിപ്പോയ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ വെള്ളയപ്പം ആക്കി വെച്ച് കണ്ടിട്ട് പിന്നെ ഞാൻ പുറത്തൊന്ന് ഷൂട്ട് ചെയ്തു. മഴയൊക്കെ പെയ്ത കാരണം കൊണ്ട് മുറ്റത്ത് തീ കത്തിക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് നമ്മൾ ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് പോകാൻ നേരത്തൊന്ന് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. കാക്കകൾക്കും കിളികൾക്കും കുളിക്കാനുള്ള സ്ഥലം കൂടിയായി, ഇവിടെ കുളം പോലെയായി കേട്ടോ. എന്നാലും നമ്മുടെ ഇവിടേക്ക് വെള്ളം കയറില്ല. എന്താ വെച്ചാൽ അവിടെ നമ്മുടെ പറമ്പിൽ നന്നായിട്ട് മണ്ണടിച്ച് പൊന്തിച്ച് വെച്ചേക്കണം. കാരണം അവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവിടെ തന്നെ വെള്ളം നിൽക്കുന്നു മാത്രം. ആ കൃഷി നശിക്കാണ്ടിരിക്കാനാവും അങ്ങനെ കൂനിയാക്കിയിട്ട് നിറയെ കോവൽ തൈകൾ നട്ടിട്ടുണ്ട് കേട്ടോ. കോവലിൻ്റെ കൊമ്പ് കൊണ്ട് ആക്കിയിട്ടുണ്ട്. വെള്ളയപ്പം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായ അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു. പിന്നെ ഗ്രീൻ പീസുകളെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതങ്ങനെ തുറന്നു കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട്, അധികമൊന്നും ഉടയണ്ട, ചെറുതായിട്ടൊന്നും ഉടയണം. ഞാൻ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാൻ വെച്ചു. അതിനിടയ്ക്ക് നമ്മുടെ അയില കറി മുളകിട്ട് തന്നെ മാന്തൾ വെച്ച അതേപോലെ തന്നെ വെച്ചാൽ മതി ഈ അയിലക്കറി എന്ന് പറഞ്ഞ ചേട്ടാ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഇന്നലത്തെ മാന്തൾ കറിയുടെ അതേ റെസിപ്പി തന്നെയാണിത്. ഇത്തിരി ലൂസാക്കി എടുത്തു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം എന്നെ വീണ്ടും അത് കാണിക്കണ്ടല്ലോ. അപ്പോൾ അത് അവിടെ കടുകും കറിവേപ്പിലയും മുളകും കൂടി ഇടണം കേട്ടോ. ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറില ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ലൂസ്, അധികം ലൂസ് ആക്കണ്ട. നമ്മുടെ വെള്ളയപ്പത്തിന് എപ്പോഴും അധികം ലൂസാക്കണത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വട്ടയപ്പം എന്നൊക്കെയാണ് പറയണേ അല്ലേ. എന്താ പറയുക, ചപ്പാത്തിക്കായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ നാളികേരം ഒന്ന് അരച്ച് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചു. അത് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വാഴപ്പിണ്ടി തോരനാണ് ഇന്നത്തെ തോരൻ എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ. അപ്പോൾ അത് വാഴപ്പിണ്ടി തലേദിവസം തന്നെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുതിരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതിരയാണോ കൂടുതൽ വേണ്ടത്, വാഴപ്പിണ്ടിയാണോ കൂടുതൽ വേണ്ടതെന്ന് കൂട്ടുകാർ തീരുമാനിക്കട്ടെ. നമ്മുടെ ഇഷ്ടമാണ് അതൊക്കെ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ. മുതിര കുതിർത്ത കാരണം കൊണ്ട് 2 ഒപ്പിടാം, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് വേവിക്കാൻ വെച്ച് അതിനിടയ്ക്ക് വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഓടിപ്പോയി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്നെ കാണിച്ചത്.
എനിക്ക് ഭയങ്കര മടിയാണ്. പലരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ടീഷർട്ട് ഇട്ടിട്ട് പലരും വീഡിയോയിൽ കാണിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും, ഇഷ്ടമില്ല. നമ്മളങ്ങനെ ശീലിക്കാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ. പിന്നെ ഒരു ചേട്ടൻ്റെ അനിയനാന്നൊന്നും അറിയില്ല, പണ്ടത്തെ നമ്മുടെ ഒരു വീഡിയോയുടെ അടിയിൽ ഇപ്പോൾ കമൻറ്റ് ഇട്ടിട്ടായി വന്നിട്ടുണ്ട്, എൻ്റെ വൈഫിനോട് പറഞ്ഞാൽ ഇങ്ങനെ ചുരിദാർ ഇടില്ല, ടീഷർട്ട് ലെഗിൻസ് ഇടാന്നൊക്കെ. അപ്പം അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അവർ ടീഷർട്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അവരിട്ടോട്ടെ. എനിക്ക് ചുരിദാർ ഇട്ടിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വരാനാണ് ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം, അത്രേ ഉള്ളൂ. എൻ്റെ ചേട്ടനും ഞാൻ ഡ്രസ്സ് ഇടുന്ന കാര്യത്തിൽ ഒരഭിപ്രായവും പറയാറില്ല കേട്ടോ. എനിക്ക് എന്ത് ഡ്രസ്സ് ഇടണോ അത് ഇഷ്ടം, അത് ഇട്ടോ എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും അങ്ങനത്തെ അത് തന്നെയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ. അപ്പോൾ അത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ഒഴിക്കുക. വാഴപ്പിണ്ടിയൊക്കെ വയ്ക്കുമ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചരി ചേർത്തിട്ടുണ്ട്. 3-4 കാന്താരി മുളകും കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഇടിച്ച് വെച്ച മുളകുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്ത് കറിവേപ്പില നിറയെ ഇട്ട് കൊടുക്കുക. എല്ലാം അത് ഇത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഈ വാഴപ്പിണ്ടി തോരനൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്, ഇത്തിരി കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഏത് തോരനായാലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഇതിന് നാളികേരം ലാസ്റ്റ് ചേർക്കണ്ട, ഈ ഒരു ടൈമിൽ നാളികേരം ചേർത്താലാണ് ശരിയാവുള്ളൂ. അപ്പോൾ നാളികേരം ഈ ഒരു ടൈമിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചില കറികളിൽ ലാസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത്, ചിലതിൽ പക്ഷേ ഫസ്റ്റ് ചേർത്ത് ഫ്രൈ ആക്കുന്നതാണ് നല്ലത്. ഇതിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഒന്നും മരിഞ്ഞ് വരും, വല്ലാണ്ടൊന്നാവണ്ട. ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ വാഴപ്പിണ്ടിയും മുതിരിയും കൂടി വേവിച്ച് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കുക. ഒട്ടും വെള്ളം ഇതിലിടാൻ പാടില്ല കേട്ടോ. ഇന്ന് കുറുകുറുന്നനെ ഇരുന്നാൽ ശരിയാവില്ല, കുഴഞ്ഞിരുന്നാലും ശരിയാവില്ല. ഇത് നല്ല വേറിട്ട് കിടക്കന്നെ വേണം തോരനായിട്ട്. എന്നിട്ട് കൂടി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വിടർത്തിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, വള്ളി നല്ല വിടർന്നിരിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വാഴപ്പിണ്ടിയൊക്കെ വീട്ടിൽ വാഴയൊക്കെ കുലച്ചാൽ അങ്ങനെ കളയാൻ നിൽക്കണ്ട, ഇതേപോലെ എടുക്കുക കേട്ടോ. എടുത്തു വയ്ക്കുക. ഞാൻ ബാക്കിയുള്ളത് നാളെ മറ്റന്നാൾ അടുത്ത റെസിപ്പിക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കളഞ്ഞിട്ടില്ല, ഒട്ടും കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ വന്നേപ്പന്നെ ഇങ്ങനത്തെ ഒന്നൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അനന്തപുരത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ടായിരുന്നു, പക്ഷെ കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ പക്ഷേ കഴിക്കാനൊക്കെ ഇഷ്ടമായി വന്നപ്പോൾ എനിക്ക് കിട്ടാനും ഇല്ലാണ്ടായി. അപ്പോൾ അതാ വെള്ളയപ്പം കുറുമക്കറിയും കട്ടൻ ചായയും രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഉച്ചക്കലത്തെ എന്ന് പറയുന്നത് തോരനും മീൻ കറിയും കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളച്ചാറ് ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. അത് പിള്ളേർക്ക് അത്ര അങ്ങോട്ട് നോട്ടമില്ലാത്ത കാരണം ഞാനത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ചേട്ടന് കഴിക്കണമെന്ന് തോന്നണ നേരത്ത് ചേട്ടൻ അതെടുക്കും, ഞാനും അതെ കഴിക്കണമെന്ന് തോന്നണ നേരത്ത് അതെടുക്കും. പുറത്തെടുത്ത് വെച്ചാൽ ഇനി പൂത്തുപോയാലും അതിലധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ചോറ് ഊറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് നേരം വൈകിട്ട് ഇതിൽ വെച്ചുള്ള കാരണം കൊണ്ട് തന്നെ ഏറ്റവും അവസാനമായിട്ട് അത് ഊറ്റി വെക്കണുള്ളൂ. മുറ്റത്ത് ഞാനൊന്ന് കത്തിച്ച് വരുമ്പോഴേക്കും എന്നും ഇങ്ങനെ തന്നെ നല്ല മഴ വരും, റെഡി ആവില്ല. അപ്പോൾ ആ ഫ്ലോ അങ്ങോട്ട് പോയി വീണ്ടും കറണ്ടുമ്മയാവും അങ്ങനെ. അപ്പോൾ അതാ ചോറ് ഊറ്റി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷം പിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വൈകുന്നേരത്തെ വിശേഷം നന്നായിട്ട് പിടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ അധികം അങ്ങോട്ട് പിടിക്കാണ്ടിരുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു അച്ചാച്ചൻ നമ്മളെ വിട്ടുപോയി. അപ്പോൾ അത് കാരണം കൊണ്ടാണ്, പ്രായമായിട്ടുള്ള ആൾ തന്നെയാണ്, പക്ഷേ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴും നമ്മൾ വീട് പണിയുന്ന സമയത്തൊക്കെ എപ്പോഴും വന്ന് വിശേഷമൊക്കെ അന്വേഷിക്കായിരുന്നു. ജനല കൊണത്തിണില്ലേ, ജനലക്ക് ചില്ല് വയ്ക്കണില്ലേ, അങ്ങനെ ടൈലിടുന്നില്ലേ, അങ്ങനെ വന്ന് ഓരോന്നും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കാറുള്ള ആളായിരുന്നു കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നിന്ന് നേരെ അവരെ വീട്ടിലേക്കൊക്കെ ആളിരിക്കുന്നത് കാണാം, അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ അത് കാരണം അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് എന്തോ വൈകുന്നേരം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് പോലും അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ പറ്റില്ലല്ലോ മാനസികമായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ വൈകുന്നേരം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഇന്നത്തെ വ്ളോഗ് എന്താ പറയുക അധികം അങ്ങോട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് പറ്റാഞ്ഞത് കേട്ടോ. എനിക്കിങ്ങനെ നമ്മുടെ വ്ളോഗിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് കണ്ടു നോക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുമല്ലോ കേട്ടോ. അങ്ങനെ കൂടി തുടങ്ങിയില്ലേ എൻ്റെ സംസാരത്തിൽ. വീണ്ടും പതുക്കെ ശരിയാക്കാൻ നോക്കാം. അങ്ങനെ അതിനിടയ്ക്ക് പാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ ഈ തോരൻ പിന്നെ ഞാൻ ഷോർട്ടായിട്ട് എന്തായാലും ഇടാം. വെള്ളയപ്പത്തിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ. അതേപോലെ ഗ്രീൻ പീസ് കറിയുടെയും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, എല്ലാതും നോക്കാൻ പറ്റും. പിന്നെ ഞാനത് കഴിഞ്ഞ് ഓഫീസിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഉള്ള ഒരു നല്ല ഭംഗിയുള്ള കാഴ്ച കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്താണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വൈകുന്നേരത്തെ ആ ഒരു കാഴ്ച അവിടെ കുറച്ച് നേരം ഒന്ന് വണ്ടി നിർത്തി അപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മുടെ ഒരു കൂട്ടുകാരിനെ 1-2 പ്രാവശ്യം കണ്ടിരുന്നു പള്ളിയിൽ പോയി വന്നിട്ട് കേട്ടോ. പള്ളിയിൽ പോയി വരുന്നത് കാണാമായിരുന്നു, ഇപ്പോൾ കാണാനേ ഇല്ല.
ഞാൻ ഇടയ്ക്ക് നോക്കൂട്ടാ, വേറെ ടൈമിലാന്ന് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കമൻറ്റും ഇന്നാളെ രാവിലെ 9 മണിക്കാണ്.